നിങ്ങളുടെ വീടിന് ഒറ്റ കോട്ട് അടിച്ചാൽ ജീവിതകാലം നിങ്ങൾ പെയിന്റ് അടിക്കണ്ട. ശ്രദ്ധിക്കുക, ഒറ്റ കോട്ട് അടിച്ചാൽ ജീവിതകാലം നിങ്ങൾ പെയിന്റ് അടിക്കണ്ട. നിങ്ങൾ പൊട്ടിയിടരുത്, പൊട്ടിയിട്ടാൽ നിങ്ങൾക്ക് നഷ്ടം വരും. ഈ വാട്ടർ പ്രൂഫ് നമ്മൾ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമാതിരി ഇരിക്കും. ഓക്കെ, അലാസ്റ്റിക് പോലെ. ഇതാവുമ്പോൾ നമുക്ക് ഒരിക്കലും വെള്ളം നിൽക്കണം. പിന്നെ വീട് ചെറിയ ക്രാക്ക് വന്നാലും ബിൽഡിംഗ് ഇറങ്ങുന്ന അകത്തേക്ക് വെള്ളം ഇറങ്ങൂല, പെയിന്റ് പോവില്ല, പൊട്ടി അടിക്കണ്ട, ഒന്നും അടിക്കണ്ട. യെസ്, നമസ്കാരം. സുരഭി ഫ്രീ ഫ്ലോറിംഗ് സൊല്യൂഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന ബിൽഡിംഗ് നമ്മുടെ കേരളത്തിൽ 6 മാസം മഴ എന്നുള്ളത് 8 മാസം മഴ കഴിഞ്ഞു. കാരണം അതുകൊണ്ട് മഴ പെയ്ത് ഭിത്തിമ നനഞ്ഞ് വീടുകളുടെ ബിൽഡിങ് എല്ലാം തന്നെ ഇങ്ങനെ ചെറിയ പൊടിയായിട്ട് പോവാണ്. അകത്തുള്ള ഫർണിച്ചറുമൊക്കെ ചെതൽ പിടിക്കാൻ തുടങ്ങി. ഈ ഒരു അവസ്ഥ കേരളത്തിൽ കൂടി വരാണ്. കാരണം ഇവിടുത്തെ മഴയുടെ ലെവൽ മാറി. അങ്ങനെയുള്ള ബിൽഡിങ്ങിലേക്ക് നിങ്ങൾ പൊട്ടിയിട്ട് പ്രൈമർ അടിച്ച് നിങ്ങളുടെ പൈസ വേസ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് മെയ്ഡ് ഇൻ ജർമ്മനിയുടെ ആർഡെക്സ് എൻഡൂറ പ്രൊഡക്റ്റ്, നിങ്ങൾ ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലല്ലേ നിങ്ങൾ പിന്നെ തിരിഞ്ഞു നോക്കണ്ട. ഒരു കാലത്ത് നിന്ന് വെള്ളം അകത്തേക്ക് വരില്ല. കേരളത്തിൽ പ്രത്യേകിച്ചും ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അവസ്ഥ വളരെ മോശമാണ്. കാരണം ഈ ബിൽഡിങ്ങിൽ നിങ്ങൾ ഈ ടേപ്പ് ഒട്ടിച്ച് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഡെമോ ചെയ്ത് കാണിക്കാണ്. പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താം. ഇതാണ് പ്രൊഡക്റ്റ്. യെസ്, പെയിൻറ്റിന് പകരം നമ്മൾ അടിക്കുന്ന പ്രൊഡക്റ്റാണ്. ഇതിന് WPM 300 എന്ന് പറഞ്ഞ പ്രൈമർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇത് പെയിൻ്റ് അല്ല, ഇത് വാട്ടർ പ്രൂഫ് പ്രൊഡക്റ്റാണ്, മെയ്ഡ് ഇൻ ജർമ്മനിയുടെ. നമുക്ക് ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ കോസ്റ്റ് കുറവുണ്ട്, ക്വാളിറ്റിയും കൂടുതലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ആദ്യം ഇത് ഒരു കോട്ട് അടിക്കുക, അതിനുശേഷം ഫൈനലായിട്ട് ഇത് കോട്ട് അടിക്കുക. ഇത് WPM 310 കോട്ട് അടിക്കുക. അപ്പോൾ നിങ്ങളൊരു കോട്ട് അടിക്കുകയല്ല, ഇതിന് നമ്മൾ ഇത് പെയിൻറ്റ് അടിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കളറ് നമുക്ക് ഇഷ്ടമുള്ള കളർ കിട്ടും. നമുക്കിതിൽ അത് നമ്മൾ ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ ആ കളറാക്കി തരും, ഒരു മിക്സ് ചെയ്ത് തരും. വേറെ നമുക്ക് പൊട്ടിയുടെ ആവശ്യമില്ല. ക്രാക്ക്, പിന്നെ മഴ പെയ്താൽ അകത്തുനിന്നുള്ള പുറത്തുനിന്നുള്ള വെള്ളം ഒന്നും തന്നെ നമുക്ക് വരികയില്ല. നമുക്ക് 100% നമുക്കിത് പ്രയോജനപ്പെടും. നമുക്ക് ആദ്യം നമുക്കൊരു സാമ്പിൾ നോക്കിയാൽ, ഒരു ചെറിയ സാമ്പിളിൽ നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ അധികം സംശയങ്ങളൊക്കെ തീർക്കാം. നമുക്ക് അതിന് വേണ്ടിയുള്ള അവരെ ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാരെ വിളിക്കാം. ഇതിനെക്കുറിച്ച് എന്നെക്കാൾ ആദ്യമായിട്ട് കേരള ഹെഡ് നമുക്ക് സംസാരിക്കാം. അപ്പോൾ കേരള ഹെഡ് വരൂ, ഒന്ന് നേരിട്ട് തന്നെ പരിചയപ്പെടുത്തൂ. പേര്? പ്രമോദ്. വീട്? കാക്കനാട്. എത്ര വർഷമായി ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു? ഇത് ഞാനൊരു 6 വർഷമായിട്ട് കമ്പനിയിലുണ്ട്. കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. എന്താണ് ഈ കമ്പനിയെ കുറിച്ച് ഇത്ര വർഷമായിട്ട് ഇന്ന് കേരള മാർക്കറ്റിൽ ഈ കമ്പനിയെ കുറിച്ച് ജനങ്ങൾക്കുള്ള ബെനിഫിറ്റുകൾ ഒന്ന് പറയാമോ? ഇത് ശരിക്കും പറഞ്ഞാൽ ആർഡെക്സ് എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ കമ്പനിയാണ്. എൻഡൂറ എന്ന് പറയുമ്പോൾ നമ്മുടെ ജോൺസൺ, നിങ്ങൾക്ക് അറിയാമല്ലോ ജോൺസൺ. അപ്പോൾ ഇതൊരു ആർഡെക്സ് ജർമ്മനിയും മറ്റേ ജോൺസണുമായിട്ടുള്ള ജോയിന്റ് വെഞ്ചറാണ്. അപ്പോൾ ജർമ്മൻ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ പൊതുവേ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, അതായത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. അതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മെഴ്സിഡസ് ബെൻസ് ആയാലും ഓഡി കാർ ആയാലും ഒക്കെ ആ ക്വാളിറ്റി അവർ വേണ്ടി. അപ്പോൾ 2 രൂപ കൂടുതൽ കൊടുത്താലും നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ തിരിഞ്ഞു നോക്കണ്ട. പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഇതൊരു പെയിന്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തത്, പെയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 80 മൈക്രോൺ തിക്നെസ്സിൽ ചെയ്യുന്ന ഇതൊരു 300 മൈക്രോൺ തിക്നെസ്സിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് വൺസ് ചെയ്ത് നമ്മുടെ ഇപ്പോഴത്തെ ബിൽഡിങ്ങിലൊക്കെ ഉള്ള പ്രശ്നം വെച്ചാൽ ക്രാക്ക് വരും. ക്രാക്കൊക്കെ ഈ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഇത് ക്രാക്ക് ഫോം ചെയ്യും, അതിനകത്തൂടി വെള്ളം അകത്തേക്ക് കയറും. ഇതടിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല എലോങ്ങേഷനുള്ള 460% എലോങ്ങേഷനുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ചെറിയ ക്രാക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ബ്രിഡ്ജ് ചെയ്ത് പോകും. അപ്പോൾ ആ ഒരു പ്രശ്നവും ഉദിക്കുന്നില്ല. ഇതിനൊരു നമുക്കൊരു 10 വർഷം വരെ നമുക്ക് പിന്നെ ഇതിന് വേറെ തിരിഞ്ഞു നോക്കണ്ട. പിന്നെ ഇനി കുറേ നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതൊരു കളർ മാറ്റണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഒരു 10 വർഷം കഴിയുമ്പോൾ നമുക്ക് എമൽഷൻ അതിൻ്റെ മുകളിൽ അടിക്കുകയും ചെയ്യാം. വെരി ഗുഡ്. അപ്പോൾ അങ്ങനെ പിന്നെ ഇതൊരു സെൽഫ് ക്ലെൻസിങ്, ഒരു മഴ വീണ് കഴിഞ്ഞാൽ തന്നെത്താനെ അത് ക്ലീൻ ചെയ്ത് അങ്ങനെ പോകും. പിന്നെ അതുപോലെ തന്നെ ഫംഗസും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിൽ പിടിക്കില്ല. പിന്നെ ചൂട്, ഇതൊരു സോളാർ റിഫ്ലക്ഷൻ ഇൻഡെക്സ് പ്രകാരം ഇത് 100% ഒരു UV റെസിസ്റ്റൻറ്റ് പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ ചൂട് ഇത് നമുക്ക് ബിൽഡിങ്ങിനകത്തേക്ക് അധികം ചൂട് വെയിലുള്ള സമയത്താണ് ചൂട് അതിനകത്ത്. അപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നവും നമുക്ക് കുറയ്ക്കാം, ചൂടിൻ്റെ പ്രശ്നവും കുറയ്ക്കാം. അങ്ങനെ 2 രീതിയിൽ, ഏത് രീതിയിൽ നോക്കിയാലും ഇതൊരു ബെനിഫിറ്റ് ഉള്ള സാധനം. യെസ്. അപ്പോൾ നമുക്ക് ഒരെണ്ണം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ അപ്ലൈ ചെയ്യാനുള്ള ആളെ കൊണ്ടുവരാം. വരും. നിങ്ങളുടെ വീടിന് ഒറ്റ കോട്ട് അടിച്ചാൽ ജീവിതകാലം നിങ്ങൾ പെയിന്റ് അടിക്കണ്ട. ശ്രദ്ധിക്കുക, ഒറ്റ കോട്ട് അടിച്ചാൽ ജീവിതകാലം നിങ്ങൾ പെയിന്റ് അടിക്കണ്ട. ഈ ടിവിയിലെ പരസ്യം വന്നിട്ട് പെയിന്റ് അടിച്ച് നമ്മുടെ വീടുകൾക്കെല്ലാം ലീക്കായി പൂട്ടിയിട്ടു, അതെല്ലാം പോയി, ഫർണിച്ചറുകളെല്ലാം കംപ്ലൈന്റ് ആയി പോയി. നിങ്ങൾ ഇതെല്ലാം മാറി ചിന്തിക്കൂ. ഭയങ്കര എക്കണോമിയിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടും. മാർക്കറ്റിൽ വരാത്തതുകൊണ്ട് നിങ്ങൾ ആരും അറിയാതിരിക്കുന്നതാണ്.
ഇങ്ങനെയുള്ള പുതിയ പുതിയ പ്രൊഡക്റ്റുകളുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിവിലേക്ക് വരൂ, അല്ലെങ്കിൽ ഭീമമായ ലോസ് നമുക്ക് വന്നിരിക്കും. ഇതിന് AB പാർട്ടുണ്ട്. എ പാർട്ടും ബി പാർട്ടും മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ABC ഉണ്ട്. വാട്ടർ, C എന്ന് പറഞ്ഞ വാട്ടറാണ്, അത് മിക്സ് ചെയ്യണം. നമ്മൾ ആദ്യം ഒരു ടെസ്റ്റ് ഡോസാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റൊക്കെ നമുക്ക് പറഞ്ഞുതരും. നമ്മൾ ആദ്യം A പാർട്ട് എടുക്കുന്നു, അടുത്ത് B പാർട്ട് എടുക്കുന്നു, B പാർട്ട് എടുക്കുന്നു, പിന്നെ ഒരു പാർട്ട് വെള്ളം എടുക്കുന്നു. നമ്മൾ ഇത് മിക്സ് ചെയ്ത് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു അലാസ്റ്റിക് പോലെ ആയിരിക്കും. എലാസ്റ്റോമെറിക്കാണ്. അത് നമ്മൾ പറയുന്ന പെയിൻ്റ് അല്ല. അപ്പോൾ അലാസ്റ്റിക് ആകുമ്പോൾ തന്നെ നമുക്ക് പകുതി വർഷങ്ങൾക്ക് പരിഹാരം ഉണ്ടായി. അതൊരു മോയ്സ്ചർ ബാരിയർ കോട്ടിംഗ് ആണ്. അതൊരു മോയ്സ്ചേഴ്സിനെയൊക്കെ ബാൻ ചെയ്യണ ഒരു വാട്ടർ പ്രൂഫിങ് കോമ്പൗണ്ടും കൂടിയാണത്. ഇനി ഇതിലൊരു കപ്പ് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ മിക്സ് ആവാതെ ഇനി നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു വർക്കബിലിറ്റിയും കൂടി കിട്ടും ആ ഒരു ആപ്ലിക്കേഷൻ സമയത്ത്. അപ്പോൾ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യാണ്. കണ്ട ഇപ്പോൾ ഇത് ഓക്കെ, ഇങ്ങോട്ട് വന്നേ. കണ്ടാ ഇത് ഓക്കെ. ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് മിക്സ് ചെയ്തിട്ട്, സാധാരണ മിക്സർ വേണം. നമ്മളൊരു ചെറിയ സാമ്പിൾ എടുത്തുകൊണ്ടാണ് നമ്മൾ കൈ കൊണ്ട് പുട്ടിപ്പിളയോട് മിക്സ് ചെയ്താൽ ശരിക്കും ചെയ്യാൻ പാടില്ല. നിങ്ങൾ വലിയ ഡ്രമ്മിലെടുത്ത് മിക്സർ ഉപയോഗിച്ച് തന്നെ പക്കയായിട്ട് മിക്സ് ചെയ്തിരിക്കണം. മിക്സിങ്ങിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ കുറേ പൊളിഞ്ഞു പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ടെസ്റ്റ് ഡോസായിട്ട് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇനി മുതൽ എല്ലാവരും പുട്ടിയോ വൈറ്റ് സിമെൻ്റ് അല്ല അടിക്കേണ്ട, ഇതടിക്കണം. വൈറ്റ് സിമെൻ്റ് പുട്ടി ഇട്ടുണ്ടെങ്കിൽ അത് ചിരണ്ടി കളയണം. ഇനിയും നിങ്ങൾക്ക് അവിടെ ഈർപ്പം വന്നിട്ടുള്ള പാടുകൾ, ഇങ്ങനെ ഇപ്പം ഞാൻ ഈ പിക്ചറിൽ കാണിക്കുന്ന പാടുകളുണ്ടല്ലോ വീടിൻ്റെ, അതെല്ലാം ചിരണ്ടി കളഞ്ഞ് നമുക്ക് ഇതുമാതിരി ചെയ്താൽ ഒരു കാലത്തും പോവില്ല. ഞാൻ ഗ്യാരണ്ടി തന്നു, ഒരു കാലത്തും പോവില്ല. ഓക്കെ, ഇതടിക്കും. ഇതൊരു കൊട്ട് മതി അല്ലേ? പിന്നെ മാക്സിമം നമ്മൾ ബ്രഷ് കൊണ്ട് ഉപയോഗിക്കാതിരിക്കുക, റോൾ കൊണ്ട് ചെയ്യുക. അപ്പോഴാണ് കുറേയും പെർഫെക്റ്റ് ആയിരിക്കും. റോൾ ഉപയോഗിക്കുക. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഒരു പെയിൻറ്റ് പണിക്കാരനുണ്ടായാൽ മതി. നമുക്ക് അവർക്ക് കൊടുത്ത് അവരോട് നമുക്ക് പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കാവുന്നുള്ളൂ. ഇതൊക്കെ വളരെ സിമ്പിളാണ്, വലിയൊരു കോസ്റ്റ് എക്സ്പെൻസീവ് അല്ല. നമുക്ക് ചെയ്ത് നമ്മുടെ വീട് പ്രൊട്ടക്റ്റ് ആക്കാം. വൈറ്റ് സിമെൻ്റ് ഇത് ഒരു അലാസ്റ്റിക് കോട്ടിംഗ് ആയി. പിന്നെ ഒരു കാലത്ത് നമുക്ക് വെള്ളം ഇപ്പോൾ അകത്തുനിന്നോ പുറത്തുനിന്നോ എവിടെ നിന്ന് വന്നാലും നമ്മുടെ അകത്തുള്ള ബിൽഡിങ്ങിൽ ഒരിക്കലും കംപ്ലൈൻറ്റ് വരില്ല. നമുക്ക് റോൾ ബ്രഷ് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ കവറേജ് കൂടുതൽ കിട്ടും. റോൾ ബ്രഷിൽ കവറേജ് കൂടുതലാണ്, എപ്പോഴും മനസ്സിലാക്കുക. മറ്റേ ഇത് ചെയ്യുമ്പോൾ വേസ്റ്റ് പോകും താഴെ, ഇത് കവറേജസ് കൂടും. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കും ഇതിനെന്ത് കോസ്റ്റ് വരും? ഇപ്പോൾ നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇതിനെന്ത് കോസ്റ്റ് വരും, ഇത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെ എക്കണോമി ആക്കാൻ പറ്റും? പുട്ടിയും പ്രൈമറും വൈറ്റ് സിമെൻ്റ് ഒക്കെ മാറ്റിയിട്ട് അപ്പോൾ നമുക്ക് വൈറ്റ് സിമെൻ്റ് അടിക്കേണ്ട, പുട്ടി ഇടണ്ട, പുട്ടിയുടെ മുകളിൽ പെയിൻറ്റ് അടിക്കേണ്ട, 3 കാര്യങ്ങൾ നമുക്ക് ഒഴിവാകും ഫസ്റ്റ്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ പ്രൈമർ കോസ്റ്റ്, ഈ അലാസ്റ്റിക് ആയിട്ടുള്ള പ്രൈമർ വാട്ടർ പ്രൂഫിന് അടിക്കുന്ന ആദ്യം കോസ്റ്റ്, ഇതിന് WPM എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. ഇത് 300 ആണ്. 300. ഓക്കെ, ഇത് നമുക്ക് 5 ലിറ്ററിൻ്റെ ബാഗ് കിട്ടും, 10 ലിറ്റർ, 20 ലിറ്റർ, 50 ലിറ്റർ വേണമെങ്കിൽ കിട്ടും. അത് അപ്പോൾ പല ക്വാണ്ടിറ്റി കിട്ടും, ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്. അപ്പോൾ ഏകദേശം ഇത് നമ്മൾ 300-ൽ നമുക്ക് ഇത് ഏതാണ്ട് ഒരു സ്ക്വയർ ഫീറ്റ് ചെയ്ത് വരുമ്പോൾ 12 രൂപ 50 പൈസ വരും നമുക്ക്. 12 രൂപ 50 പൈസ. ഇനി ഇവരുടെ ഇത് ഏറ്റവും ടോപ്പ് മോഡലാണ്. ഇത് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, ടെൻഷൻ വേണ്ട. പിന്നെ ഇവർക്ക് കുറച്ച് എക്കണോമി പ്രൈസിലുണ്ട്. ഇപ്പോൾ നാളെ നമ്മൾ യൂട്യൂബ് ചെയ്ത് കഴിയുമ്പോൾ വേറെ ആൾ ചെയ്യും, ഇതിനേക്കാളും പൈസ കുറച്ചുണ്ടെന്ന് പറയും. ആ പ്രോഡക്റ്റ് ഞങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല പ്രോഡക്റ്റ് ചെയ്യുള്ളൂ. എക്കണോമി പ്രൈസിൻ്റെ പ്രോഡക്റ്റും ഉണ്ട്, അതും ഇതുമാതിരി തന്നെ ഉണ്ട്. പക്ഷേ ഇതിന് അത്ര ഒരു പ്രൊഡക്ഷൻ അവർ പറയില്ല, കാരണം ഇതിൽ കുറച്ച് കുറവാണ്. അതും ഉണ്ട് ആ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റിൻ്റെ പേരാണ് WPM 265 നമ്പർ. ഈ നമ്പർ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ, യൂട്യൂബിൽ അടിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എൻ്റെ വീഡിയോ പ്രസൻറ്റേഷൻ കിട്ടും. ഇത് WP300 അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഈ 265 എടുക്കുകയാണ്. ഇതൊക്കെ മെയ്ഡ് ഇൻ ജർമ്മനിയുടെ പ്രൊഡക്റ്റാണ്, പെയിൻ്റ് അല്ല. ഇപ്പോഴും പറയണു ഇത് വാട്ടർ പ്രൂഫ് പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റ് നേരെ 6 രൂപ 50 പൈസയ്ക്ക് വരും. ഇത് 12 രൂപ പൈസ വരും, 6 രൂപ. ഈ പ്രൈമറിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. ഇനി ഇതിന് മുകളിൽ കോട്ടിംഗ് ഉണ്ട്, അത് കോട്ടിംഗ് വരുമ്പോൾ ഞാൻ അടുത്ത പ്രൈസ് പറഞ്ഞുതരാം.
അപ്പോൾ WPM 300 12 രൂപ പൈസ കോസ്റ്റ് വരും. WPM 265 6 രൂപ 50 പൈസ കോസ്റ്റ് വരും. അപ്പോൾ ഇതുമാതിരിയുള്ള അലാസ്റ്റിക് കോട്ടിങ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് ഞാൻ ഇത് ഉണങ്ങിക്കോട്ടെ, ഒരു 2 hour കഴിയുമ്പോൾ നമ്മൾ അടുത്ത പ്രോഡക്റ്റ് കോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി വില ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ്. യെസ്, അപ്പോൾ പ്രൈമർ അടിച്ചു, പ്രൈമർ ഉണങ്ങി. പ്രൈമർ ഏകദേശം 2 to 3 മണിക്കൂർ. ക്ലൈമറ്റ് നമ്മൾ നോക്കണം, ചില കേസുകളിൽ കുറച്ച് സമയം നോക്കേണ്ട വരും. അത് ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് തൊടുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ടോപ്പ് കോട്ടിംഗ് ആണ്. ഇത് 2 പ്രൈമറാണ്. പ്രൈമർ മാറ്റി വയ്ക്കാം. 300 പ്രൈമർ മാറ്റി. ഇനി നമ്മൾ അടിക്കുന്ന പ്രോഡക്റ്റ് ഇതാണ്. ഇനി നമ്മൾ അടിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് ഇതാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കുക, WPM 310. ഇത് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അലാസ്റ്റിക് ആവും, സാധനം അലാസ്റ്റിക് ആവും. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ചേമ്പലയുടെ മുകളിലുള്ള വെള്ളം വീഴും. അപ്പോൾ ഇത് നമുക്ക് കോട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കോസ്റ്റൊക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ സാമ്പിൾ ബോക്സിലാണ് നമ്മൾ ചെയ്യുന്നത്. സാമ്പിൾ ചെറുതായിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ, കുറച്ച് ഓക്കെ കേട്ടോ. ഇപ്പം തന്നെ ഇത് അലാസ്റ്റിക് പോലെയാണ്. ഓക്കെ, ഇതിൽ ഇപ്പോൾ ഡയറക്റ്റ് എടുത്ത് നമ്മൾ അതിൽ ഒന്ന് ആ ബോട്ടിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുക, നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. പിന്നെ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഈ റോളർ മെഷീനിൽ ഈ റോളറിൽ നമ്മൾ കണ്ട ഇതിൽ കുത്തുകൾ കണ്ട ഹണി കോമൺ, ഇത് ചെറിയ കുത്തുകളുള്ള ഡിസൈനുണ്ട്. നമുക്ക് ഏത് ആണ് നമുക്കിഷ്ടം, വലിയ ഹോളുള്ളത് ആവരുത്. കാരണം നമ്മൾ മെയിനായിട്ട് ഇത് വാട്ടർ പ്രൂഫ് നമ്മൾ ഉദ്ദേശിക്കുന്നതുകൊണ്ട് നോർമലുള്ള ഡിസൈനുകളുള്ള റോളർ ബ്രഷ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല മനോഹരമായിരിക്കും. ഒരു നല്ലൊരു ഡിസൈൻ കിട്ടും, വീടിന് വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ള ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ വൈറ്റ് ചെയ്തു എന്നുള്ളൂ. പല കളറും നമുക്ക് കിട്ടും. ബ്രൗൺ കിട്ടും, ഈ വൈറ്റ് പോലെ തന്നെ ബ്രൗൺ കിട്ടും, ഗ്രേ കിട്ടും, നമ്മൾ ആവശ്യപ്പെടുന്ന കളർ കിട്ടും. അപ്പോൾ നമുക്ക് വേറെ കളർ പെയിൻറ്റിങ് ഒന്നും ആവശ്യമില്ല. ഞാനൊരു ബേസിക് പ്രൊഡക്റ്റ് കാണിച്ചത് എല്ലാം അതിന് മുകളിൽ വേറെ കോട്ടിങ് ഇതേമാതിരി തന്നെ മാറ്റി കിട്ടും. നമുക്ക് ഓരോ കളർ കോട്ടിങ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, ഇതിന് മുകളിൽ വേറെ പെയിൻറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. വൈറ്റ് ആയതുകൊണ്ട് വൈറ്റ് മതി, വൈറ്റ്. അങ്ങനെ പല കളറായിട്ട് നമുക്ക് ചെയ്യാം, പല ഫിനിഷിൽ നമുക്ക് എടുക്കാം. ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ഇപ്പോൾ ചെയ്ത ഈ കോട്ടിങ് 2 കോട്ടിങ് ചെയ്യണം, 2 കോട്ടിങ് ചെയ്യണം കേട്ടോ. 1 കോട്ടിങ് അല്ല, 2 കോട്ടിങ് ചെയ്യണം. വല്ല ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ അടഞ്ഞു പോകാനൊക്കെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ പെയിൻറ്റ് പോലെ ഇതൊരു കോട്ടിങ് അല്ല വരുന്നത്, ഇത് ഒരു അലാസ്റ്റിക് പോലെ ഒരു പ്രോസസ്സിങ് കൂടെയാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇത് പൊളിഞ്ഞു പോകും, പെയിൻറ്റ് ഫേഡാവും, ഒന്നുമില്ല. യെസ്, ഇപ്പോൾ കണ്ട ഹണി ഡിസൈനാണ്. എന്ത് രസമാണ്, ചെറിയ ചെറിയ ഹോൾസായിട്ട്, എന്താ മനോഹരം. കണ്ടു കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ തോന്നില്ല. ഇത് നമുക്കൊരു ശരിക്കും ഒരു കോട്ടിങ്ങായി. ഇനി ഒരു കാരണവശാലും അതിൻ്റെ ഉള്ളിൽ വെള്ളം പോയാൽ അകത്തേക്ക് പോവില്ല. നമുക്കൊരു പുട്ടി ഒരിക്കലും വീടിൻ്റെ പുറത്ത് ചെയ്യരുത്. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക, പുട്ടി വീടിൻ്റെ പുറത്ത് ചെയ്യാനുള്ളൊരു എക്സ്റ്റീരിയർ പുട്ടി ആയിക്കോട്ടെ, നിങ്ങൾ ഒരിക്കലും വീടിൻ്റെ പുറത്ത് ചെയ്താൽ നിൽക്കില്ല, വെള്ളം വീണാൽ പോവും. ഇത് അലാസ്റ്റിക്കാണ്, അതുകൊണ്ട് പുട്ടി ഒരിക്കലും ചെയ്താൽ നിലനിൽക്കുകയില്ല. എക്സ്റ്റീരിയർ പുട്ടി എന്നൊക്കെ പറയാൻ മാത്രമേ പറ്റുള്ളൂ, അത് നിലനിൽക്കുകയില്ല. കാരണം പെട്ടെന്ന് പോയി കിട്ടും നമുക്ക്, പ്രത്യേകിച്ചും ബിൽഡിൻ്റെ അകത്തേക്ക് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇതിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പല കളർ കിട്ടും. ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നു, ഇപ്പോൾ ഇത് ഏതാണ്ട് ഒരു കോട്ട് കഴിഞ്ഞു, ഇനി ഒരു കോട്ട് നമുക്ക് രണ്ടാമത് അടിക്കണം. അപ്പോൾ നമ്മളൊരു കോട്ട് കൂടി നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2 കോട്ടാണ് നമുക്ക് ലാസ്റ്റ് അതിൻ്റെ ഫൈനൽ വർക്ക് വരേണ്ടത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ കിട്ടും. അത് നമ്മൾ കസ്റ്റമേഡാണ്, നേരത്തോട്ട് പറയുമ്പോൾ അതനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്ത് വീടിൻ്റെ ഏരിയ കവർ ചെയ്ത് നമ്മൾ കൊണ്ടുവരാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫൈനൽ കോട്ടിന് എത്രയാണ് ചാർജ്, അതപ്പോൾ ഇനി പറയാൻ പാടും. ഫൈനൽ ചാർജ് വരാൻ പാടും. അപ്പോൾ നമുക്ക് ഇത് ആദ്യം WPM 300 എന്ന് പറഞ്ഞ നമ്പർ അതിൻ്റെ പ്രൈമർ കോട്ടിംഗ് ആണ്. ക്ലിയർ ആയല്ലോ. അതിൻ്റെ എക്കണോമി പ്രൈസിൻ്റെ വില കുറഞ്ഞ ഐറ്റമുണ്ട്. WPM 265 അതിന് 12 രൂപ പൈസയാണ്, ഇതിന് 6 രൂപ പൈസയാണ്. ഇനി വരുന്ന പ്രൊഡക്റ്റാണ് നമുക്ക് വരുന്ന പ്രൊഡക്റ്റാണ് WPM 310. WPM 310ക്ക് 28 രൂപ പെർ സ്ക്വയർ ഫീറ്റ് എക്സ്പെൻഡിച്ചർ വരും 2 കോട്ട് ചെയ്യുമ്പോൾ. 2 കോട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ 28 രൂപയുടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എത്രയായി? 12 രൂപ പൈസ 28 രൂപ കൂട്ടുമ്പോൾ 40 രൂപ 50 പൈസ ഈ പ്രൊഡക്റ്റിന് 1 സ്ക്വയർ ഫീറ്റ് ചെയ്യുന്നതിന് കോസ്റ്റ് വരും.
ഇതാവുമ്പോൾ 28 രൂപ ആഡ് ചെയ്യണം ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇതിൽ വരുന്നത് 34 രൂപ 50 പൈസ ഇതിന് വരും 1 സ്ക്വയർ ഫീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫിനിഷ് കിട്ടണമെങ്കിൽ നമുക്ക് 50 രൂപ അഡീഷണൽ കൊടുക്കണം, പുട്ടിയിടണം, പ്രൈമർ അടിക്കണം, വൈറ്റ് സിമെൻ്റ് അടിക്കണം. ഈ കോസ്റ്റ് എല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കിത് കുറവായിരിക്കും. നമുക്ക് ഒരിക്കലും വെള്ളം ലീക്ക് വരില്ല. നിങ്ങൾ ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയണു, നിങ്ങൾ പുട്ടിയിടരുത്. പുട്ടിയിട്ടാൽ നിങ്ങൾക്ക് നഷ്ടം വരും. പുട്ടിയിട്ടാൽ നിങ്ങൾക്ക് 100% നഷ്ടം വരും. നിങ്ങൾ ഇങ്ങനെയുള്ള പുതിയ പ്രൊഡക്റ്റ് മെയ്ഡ് ഇൻ ജർമ്മനിയുടെ ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുക. നമുക്ക് അവസാനം വരുമ്പോൾ ഇതായിരിക്കും ലാഭം. മറ്റത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ലോസ് വരും. കണ്ട 12 രൂപ 50 പൈസ, 28 രൂപ, അങ്ങനെ 40 രൂപ 50 പൈസയ്ക്ക് നമുക്ക് ഈ വർക്ക് കഴിയും. ഇത് ലേബർ കോസ്റ്റ് കൂട്ടിയിട്ടില്ല, അത് എക്സ്ട്രാ ആണ്. ഞാൻ പറഞ്ഞ ഏകദേശം റോ മെറ്റീരിയൽ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റാണ് പറഞ്ഞത്. ഇതാണ് എക്കണോമി വേണമെങ്കിൽ 6 രൂപ 50 പൈസ, 28 രൂപ 34 രൂപ 50 പൈസയ്ക്ക് നമ്മൾ ടെക്സ്റ്റർ ഫിനിഷ് നമ്മളല്ലാതെ പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ച് വരുമ്പോൾ ഈ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 70 രൂപ 75 രൂപ നിങ്ങൾക്ക് കോസ്റ്റ് വരും. ഈ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 75 രൂപ. അതും വെള്ളം വന്നാൽ അതൊക്കെ പോവുകയും ചെയ്യും. വെള്ളം കൊള്ളാൻ പാടില്ല എന്ന് പറയും. ഇത് വെള്ളം കൊണ്ടാലും കുഴപ്പമില്ല. ഇതിൻ്റെ പല ഡിസൈൻ കിട്ടും കേട്ടോ. ഒരു ഡിസൈനല്ല, പല കളറും കിട്ടും. അപ്പോൾ ചേട്ടന്മാരെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് കേൾക്കോ. നിങ്ങൾ മാറൂ, പുട്ടികളിൽ നിന്ന് മാറൂ. പുതിയ പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട്, മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ അറിയാത്ത പോയതുകൊണ്ട് നമ്മൾ പല വീടുകളിൽ വെള്ളം ലീക്ക് വന്ന് 6 മാസം മഴ എന്നുള്ളത് കേരള ക്ലൈമറ്റിൽ 8 മാസമായി. അപ്പോൾ ബിൽഡിങ്ങുകളെല്ലാം ഡാമേജ് വരുന്നുണ്ട്, കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രൊഡക്റ്റുകൾ നിങ്ങൾ വാങ്ങിക്കുവിൻ, ഉപയോഗിക്കുവിൻ. ഈ പ്രൊഡക്റ്റ് ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയല്ല യൂട്യൂബ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിങ്ങൾ എടുത്തോ. ഈ നമ്പറിൽ ഞാൻ കൃത്യമായിട്ടുണ്ട്, ഇത് നിങ്ങൾ സെർച്ച് ചെയ്തെടുക്കുക. ഇനി ആർക്കെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ ലിങ്ക് ഉണ്ട്. ഈ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൊറിയർ മാർഗ്ഗം ഞങ്ങൾ അയച്ചു തരുന്നതാണ്. അത് നമ്മൾ എടുക്കുന്ന ഏത് കിലോ, 1 കിലോ, 5 കിലോ, 10 കിലോ ബേസ് അനുസരിച്ചാണ് ഇതിൻ്റെ വില. കസ്റ്റമേഡ് ആണ്. ഇത് ഓർഡർ കൊടുത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടമുള്ള കളറിൽ നമ്മൾ നിർമ്മിച്ച് തരുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു 10 ദിവസം 10 ഡേയ്സോളം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു വാട്സാപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങൾക്ക് മറുപടി കിട്ടുന്നതാണ്. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനേക്കാളും നല്ല പരിപാടിയായിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ പറയുന്നു. നന്ദി, നമസ്കാരം.